ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ 2ാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കം ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ച എന്തെങ്കിലും നല്ല 2 വർത്തമാനം തന്റെ വായിന്ന് കേട്ടിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്, കാലപ്പഴക്കത്തേക്കില്ല. ഒരു മിനിറ്റ് വിൽസാ. അയ്യോ വിൽസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് തന്റെ വിൽസ് കാണുന്നത്? നമ്മുടെ മമ്മയുടെ കുറിച്ചിട്ടി ഒന്ന് വീണോട്ടെ. അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം. വേറെ ഏതൊക്കെ സീറ്റുണ്ട്? ഇപ്പൊ ഒന്നുമില്ല, പയ്യൻ ടൗണിന്ന് പറയണം. നല്ല തെറുപ്പ് പേടിയുണ്ട്, സീർട്ടിന്റെ കൂട്ടിലിട്ട് തരാം. അത് തന്നെ തന്നെ വലിച്ചാ മതി. പീതാമ്പൻ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന കണ്ടു. എങ്ങോട്ടാ പോയത്? അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ. പാമ്പ് കടിച്ചു മരിച്ച കർണന്റെ മോളുടെ കല്യാണ പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു. എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ. സദ്ദാം പിടിച്ചു, ബുഷ് ബോംബിട്ടു. എടോ, കുടിവെള്ളത്തിന്റെ 5-6 കുപ്പിയും ബാഗിലിട്ടോണ്ട് രാഖി രാമാനം സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച് നെട്ടോട്ടം ഓടി അങ്ങോട്ട് പോന്നത്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പണമില്ലാതെ ഇവിടെ വന്നവന് പിണമായിട്ടേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ അരിയില്ല, തുണിയില്ല, ജോലിയില്ല, മായം ചേർക്കാത്ത മദ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? കുവൈറ്റിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജോക്കി ഒന്നേ ഒരു കാര്യം പറട്ടെ. കാലത്തെ തുടങ്ങിയോ? കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. കളിയാക്കരുതേ. കുവൈറ്റിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അന്തരംഗം നീറി പടരുക. ആ തീ അടയ്ക്കാനുള്ള സ്വല്പ തെളിനീര അകത്ത് അടിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? വന്ന കാര്യം പറ. പീതാംബരനെ കണ്ടോ? പീതാംബരം ഒരു മായായിട്ട് എങ്ങോ മറഞ്ഞു. തന്റെ കൂടെ പോകുന്നതാണല്ലോ അറിവ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്ലി ഓർഡർ ചെയ്യും. അതൊരു പ്രശ്നമാക്കണ്ട. പീതാംബരനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് 100-200 മേടിച്ചു തരാം. അത് ശരിയാ. ജോലി ചെയ്തേ കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം. വാ തങ്കപ്പ, അടിച്ചോണ്ടിരുന്നോ, ഞാൻ ഇപ്പൊ വരാം. നല്ല ആളാ. മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണെന്ന് അറിയില്ലേ? ഇതുവരെ ആകപ്പാടെ 21 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ DMO ഞങ്ങളായിട്ട് ചാടിക്കും. പീതാംബരം സജീവമായി രംഗത്തിറങ്ങിയാലേ ക്യാമ്പ് വിജയിക്കും. ഒരു 2 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല. ഇത് ശ്രമദാനാണെന്ന് അറിയാലോ. ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ആളുകൾ അപ്പ വലിയും. അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. ഞാൻ വരാന്ന് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് തന്നെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്, ഞങ്ങളുടെ കൂടെ കുറച്ച് പണിക്ക്. എന്താ? അതെ, ഒത്തു പിടിച്ചാ മലയും പോരും. പിടിച്ചോ, നമുക്ക് ഇതും തീർക്കാം അതും തീർക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ്. എന്റെ കാര്യം മറക്കരുത് കേട്ടോ. എന്താ അത്? സേവ അല്ല സേവനം അതിന്റെ. ഓ അങ്ങനെ. വേഗം നോക്ക്, വേഗം നോക്ക്. പീതാംബരൻ ചേട്ടനെ എവിടൊക്കെ തിരക്കെന്ന് അറിയാമോ? മടന്തയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതാ പീതാംബരൻ ചേട്ടന്റെ ഒരു കുഴപ്പം, ഈ മറവി. മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചന്റെ ആണല്ലേ? അതെ, അയാൾ കടയടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണം. ചേട്ടൻ എങ്കിലെങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിൽ നാളെ മുതൽ എനിക്ക് പണിയുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നടന്നോ. എന്ത് വേണം? പഞ്ചാര. പഞ്ചാര? ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല. എപ്പോ വരും? നാളെ 7:46. ഇതൊക്കെ എന്നോട് വെച്ച് ഞാനെന്ത് പറയും? വരുമ്പോ വരും. ഓ, കഴിഞ്ഞ മാസം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ എന്ത് വേണം? മണ്ണെണ്ണ. മണ്ണെണ്ണ ഇതിൽ പകുതി മേടിച്ചു കഴിഞ്ഞാണല്ലോ. ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് കത്തിക്കുന്നത്. പപ്പപ്പിള്ളയുടെ കടന്ന് എണ്ണ വാങ്ങിച്ചാലും വിളക്ക് കത്തും. അവിടെ കാണുമെന്നറിയാം. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത്. എന്താ പീതാംബര, പിരിവോ മറ്റാണോ? അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം. ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്. ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബര എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. അല്ല, കരുണന്റെ മകളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ. അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിലൊരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ
ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര, കടയിലെ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല. ദാമു ഇലവെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചുരുക്കി പറഞ്ഞാൽ ഒരുമാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ച് മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. അയ്യോ, 10-500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൺ വയറിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല? ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ. ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ. അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാ മതി. വീതം തരാം 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 തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്. അതിന്റെ നന്ദി വേണം എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങൾ നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. ആ എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ. ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണമെന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല. നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ? തുടച്ചത് മതി. താമസ പീതാംബരനെ വെക്കൊണ്ടാണെങ്കിൽ പോകും. പീതാംബരം പറഞ്ഞാൽ നിനക്ക് കോൺട്രാക്ട് കിട്ടും. ദാമോദരൻ മാഷം പീതാംബരമായിട്ട് വന്നു. പീതാംബരനല്ലേ ദാമോദരൻ മാഷ IRDP പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങി കൊടുത്തത്. ആ പശു ലോൺ കൊണ്ടാണ് മാഷ സ്കൂട്ടർ വാങ്ങിച്ച് എത്തി നടക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരും? സ്ക്വയർ ഫീറ്റ് മാങ്ങാത്തൊലി. ഒരു കൊട്ടത്താമര എണ്ണം തല്ലിക്കൂടി കൊടുക്കണം. 3 മുറി, അടുക്കള, കുളിമുറി, കക്കൂസ്. ഏതായാലും കഴിഞ്ഞ പണി പോലെ നഷ്ടം വരുത്തില്ല. അച്ഛനെ ഇങ്ങോട്ടാ രാവിലെ തൂമ്പായം തൂക്കി. വലിയടത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അവിടെ പണിക്ക് വേറെ ആരെയും കിട്ടത്തില്ലേ? അച്ഛൻ തന്നെ വേണമെന്നുണ്ട് എത്ര നിർബന്ധം? വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ലടാ. അതിന് രൂപ കൊടുക്കണല്ലോ. തൂമ്പായ എടുത്ത് പണി ചെയ്ത് ശീലിച്ചവർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് കൊടുത്തു ക്ഷയിച്ച തറവാടല്ലേ. അവരുടെ ഇല്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ദേവൻ പറയുന്നതും കാര്യമുണ്ട് കുമാരൻ ചേട്ടാ. എന്താ? അല്ല, ദേവന് പഞ്ചായത്ത് നല്ലൊരു ജോലിയുള്ളപ്പോ അച്ഛനിങ്ങനെ തൂമ്പാപ്പണിക്കുന്നു ചൂണ്ടപ്പണിക്കുന്നു ഒക്കെ പറഞ്ഞ് നടന്നാല് അതിന് നാണക്കേട് ദേവനല്ലേ. അച്ഛനും മോനും സംസാരിക്കുന്നിടത്ത് അച്ഛനാടെ മോനെന്താ കാര്യം? അവരുടെ മക്കൾ അനുഭവിക്കേണ്ട പറമ്പില ഇവന് ഈ വീട് വെച്ചിരിക്കുന്നത്. മൂട് മറക്കാൻ കുമാരൻ പഠിച്ചിട്ടില്ല. ആരുടെ ഔദാര്യം കിട്ടിയൊന്നല്ലോ, വീടവകാശം കിട്ടിയല്ലേ. എടാ, വല്ലവന്റെയും പറമ്പിൽ കയറി കൂര കുത്തിയിട്ട് അവകാശം പറയുന്നത് അല്ല ആണത്തം. ഈ മണ്ണ് സ്വന്തമാണെന്ന് അഭിമാനിക്കാൻ കുമാരന് മനസ്സ് വരത്തില്ല. നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇന്നലെ അല്ലേ അമ്മയുടെ 10 രൂപ മേടിച്ചോണ്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കയ്യില് ഇറങ്ങിയോ? അപ്പുറത്ത് മുഖം കാണിക്കാൻ രണ്ടുപേരും വന്ന് ഇരിപ്പുണ്ട്. ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു. എടാ, അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇന്ന് പോവാം. അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും? എന്താ? അല്ല, കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടത്തെ ചെലവിന്. വീട്ടുകാരെ അന്വേഷിക്കുന്ന ഒരാള്. നിങ്ങളായിരുന്നോ? വരൂ. അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ. ഇന്ന് മിക്കവാറും കെട്ടും. അതിനുമ്പ് പീതാംബരം വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ. വരൂ. എന്റെ റേഷൻ കാർഡ്. പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അവരിന്ന് വേലി കിട്ടൂന്നേ. വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാന്നേ. ബെർലിൻ മതിൽ പൊളിച്ചില്ല, അതിനേക്കാളും വലുതാണ് ഒരു വേലി. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം. വരും. അയ്യോ, ചതിച്ചോ സുഗുണൻ. അവൻ ആള് ചൂടനാ.
നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യ്, ശാന്തപ്പന്റെ മുറുക്കാങ്കട എടുത്ത് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ? കറക്റ്റ് സമയത്ത് ഞാൻ വരാം. ശരി. ആ ആ. അത് പിന്നെ നമ്മുടെ തെങ്ങ് പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ? ആ കിട്ടിയെങ്കില് അല്ല, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ. ആ കുമാരൻ ചേട്ടൻ ചൂണ്ടൊക്കെ പോയില്ലേ? ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളമിടണം. ഇതിന്റെ മണ്ടയ്ക്ക് വല്ലതും കിട്ടിയാലല്ലേ ഇവിടെ അരി മേടിക്കാൻ പറ്റൂ. അതെങ്ങനാ ഇത് നോക്കിയും കെട്ടും ചെയ്യേണ്ട ആളുകൾ. എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് കൂവുന്നു. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് ദേവൻ ഓഫീസിൽ പോകാൻ. നീ എന്താ ഇവിടെ കിടന്ന് കൂവിയത്? വീട്ടിലോട്ട് വന്നാ പോലെ. എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ തെറിയാക്കാൻ. ഇറങ്ങും. സിസിലി, ആ ഗ്ലാസ് ഇഞ്ഞിതാ. പള്ളിയിൽ നിന്ന് വരുമ്പോ സുഗുണൻ ചേട്ടനെ കണ്ടു. ഇപ്രാവശ്യത്തെ ചിട്ടി സുഗുണൻ ചേട്ടന് കൊടുക്കണമെന്ന് മമ്മായോട് പറയാൻ പറഞ്ഞു. അതെങ്ങനെയാ? കുറിച്ചിട്ടല്ലേ? ഞാൻ വിചാരിച്ചാലും കൊടുക്കാൻ പറ്റുമോ? സുഗുണന്റെ പേര് നറുക്കിടണോന്ന് തന്നെ ആലോചിക്കണം. 2 മാസത്തെ തവണ കുടിശ്ശികയാ. പീതാമ്പരി ചേട്ടൻ ഒരു പണി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കുടിച്ചു തീർക്കുമായിരിക്കും. ആ നോക്കട്ടെ. എടാ, ഇനി ചായ ചൂടാക്കാൻ മമ്മയ്ക്ക് വയ്യ. എണിക്കാൻ. പോസ്റ്റ് വന്നിട്ട് പോയോ അമ്മ? ആ പോയി. കുവൈറ്റിൽ നിന്ന് എഴുത്തൊന്നും ഇല്ലേ? അവരവിടുന്ന് അയച്ചെങ്കിലല്ലേ നിനക്ക് കിട്ടുള്ളൂ. പോസ്റ്റലിലായിരിക്കും. എന്തിനും പറയാനൊരു സമാധാനം ഉണ്ട്. ഇന്നലെയും വെളിവില്ലാതെയാ വന്ന് കേറിയത്. എങ്ങനെ കുടിക്കാതിരിക്കും? ഞാൻ ഓടിപ്പോരുമ്പോഴുള്ള കുവൈറ്റിന്റെ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ മമ്മ തന്നെ എനിക്ക് ഒഴിച്ചു തന്നേനെ. യുദ്ധക്കൊതിയന്മാരുടെ മനസ്സ് മാറ്റാനാ ഒരു രുചിയില്ലാഞ്ഞിട്ടും ഞാൻ ഇതൊക്കെ വലിച്ചു കുടിക്കുന്നത്. കലാപരിപാടികൾ എത്ര മണിക്ക് തുടങ്ങുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് 1 മണിക്കൂർ വേണം. അതുപോലെ തന്നെ ഉപസംഹാരം എനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്. എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കും. അതും വിശേഷിച്ച് നാട്ടുമ്പുറം ആയതുകൊണ്ട് ഒന്ന് പരത്തി പറഞ്ഞാല് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോഴേക്കും നേരം വിളിക്കും സാറേ. ഒരു കഥാപ്രസംഗം, ഏകാംഗ നാടകം, നൃത്തനൃത്യങ്ങൾ, അങ്ങനെ പലതും ഉള്ളതാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾ വരുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാറിനെ അധ്യക്ഷനാക്കിയ കുഴപ്പമാവുന്നു. എന്ത് കുഴപ്പമാണോ? പ്രായമായ പെൺപിള്ളേര് സ്റ്റേജിൽ കയറി ഇന്ന് ചന്തിയിട്ട് കുലുക്കുന്നതാണോ പ്രസംഗം? ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത്. മീറ്റിംഗ് 6 മണിക്കെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു 7 മണിക്ക് ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ. വൈകി വന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ, കയ്യടി കിട്ടുള്ളൂ. പൊക്കോളൂ. സർ ദയവേത് സമ്മേളനം കലക്കരുത്. വിറപ്പിക്കും ഞാൻ. സ്റ്റേജിൽ കയറിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. ആ പൊക്കോളൂ. ഞാൻ വീടിന്റെ പ്ലാനും പേപ്പേഴ്സ് എടുത്തോണ്ടിരാം. നീ കയറിയിരിക്കെ. ഞാനില്ല, നിന്റെ അച്ഛൻ എന്നെ വധിക്കും. ആ പീതാംബരനോ? കേറി വാടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാവേ. ആ വരൂന്നേ. വായനശാലയുടെ കമ്മിറ്റിയൊക്കെ കൂടി അറിഞ്ഞു. വാർഷിക എന്നൊക്കെയാ. അധ്യക്ഷൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇത്തവണ വാർഷികമില്ല. അയ്യോ, അതെന്ത് പറ്റി? പിരിവിന് ചെന്നാ ജനങ്ങൾ അടിക്കും. വലിയ പരിപാടിയൊന്നും വേണ്ട. എന്റെ ഒരു ഊക്കൻ അധ്യക്ഷ പ്രസംഗം, ഒരാമുഖം, ഒരു ഉപസംഹാരം. ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ. വന്നേ വന്നേ. പിന്നെ നിനക്ക് ഈ കെട്ടിടം പണി കിട്ടിയ കള്ളത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് ഇഷ്ടിയും സിമെന്റും മിച്ചം വെച്ച് ഈ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടണം. എന്തിന്? നിന്റെ അച്ഛന് പ്രസംഗിക്കാൻ. ശ്രമിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 2/5/1972. എന്ന് വെച്ചാ നിനക്കിപ്പോ 19 വയസ്സായിട്ടുള്ളൂ. ദേ അപേക്ഷാ പുറത്ത് നുണ എഴുതി വിട്ട അവസാനം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അവര് പിടികൂടും. നോണയോ? എനിക്ക് 19 ആയിട്ടുള്ളൂ. അതേടാ, സന്ധ്യയൊക്കെ 2 മാസത്തിന്റെ മൂപ്പല്ലേ ഉള്ളു സിസിലിക്ക്. ഓഹോ, കണ്ടാലൊരു 10-25 വയസ്സ് തോന്നും കേട്ടോ. എഴുതി തരുന്നേത്താ. സ്വന്തമായിട്ട് ഒരു അപേക്ഷ പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത നീയൊക്കെ എന്ത് ജോലിക്കാടി ശ്രമിക്കുന്നത്? അപേക്ഷ എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. പീതാംബരൻ ചേട്ടന് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് എഴുതിയ. ഓ സന്തോഷം. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്? 2562. 72. 72. മറ്റുള്ളവർക്ക് അപേക്ഷ എഴുതുന്ന കൂട്ടത്തിൽ നിനക്കും കൂടെ ഒന്ന് എഴുതി അയക്കരുതോ? ടൗണിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്റെ ഫ്രണ്ട്സ്. എനിക്കവിടെ ഉറപ്പായിട്ട് ഒരു ജോലി തരാമെന്ന് അവരെ ഏറ്റിരിക്കണമേ. ഉള്ളതാണോ? സത്യം. ഓ, ഈ തെങ്ങേപ്പാട്ട് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ എന്റെ ഈശ്വര. തെങ്ങേപ്പാടല്ല, ശങ്കരന്റെ വീട്ടിലെ ടേപ്പ് റെക്കോർഡറാ. ശങ്കരന്റെ മോൻ വാസു ദുബായിൽ നിന്ന് വന്നു നാട്ടുകാരെ അറിയിക്കാനുള്ള പരിപാടിയാ. വാസു ഇവിടെ വന്നിരുന്നു. അവന് വീട് വെക്കാൻ നമ്മുടെ പടിഞ്ഞാറെ പുരയിടം വിലക്ക് ചോദിച്ചു. കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. പഴയ കുടികിടപ്പുകാർക്കൊക്കെ വീട് വെക്കാൻ നമ്മുടെ പുരയിടം തന്നെ വേണമല്ലോ. അതങ്ങനെ നമ്മുടെ സ്ഥിതി മോശമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. എന്നെ ഇവിടെ ഇറക്കിയ ഒരു സോഡ ഇങ്ങെടുത്തോ.
ഇതെന്തോടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിൽ ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണോ പിടിക്കുന്നത്? ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട. വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലയോക്കി. അച്യുതനാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്യുതനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയിലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ, പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. അതിന് പീതാമ്പൻ എന്നടിച്ച് പോയിരിക്കുക. പീതാമ്പനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ ദല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാമ്പനില്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാമ്പന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വെക്കാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കി എന്നല്ല, ജൊക്കി എന്നാ. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു? വിഭവം. ജോ എന്നുള്ളത് ചോ ആക്കി, അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. അച്യുതൻ നായർ എന്ന പേരിലെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ? ചെറുക്കന് ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല. പക്ഷേ ഓവറാകരുത്. പെണ്ണിനെ ഇടിക്കരുത്. വല്ലതിന്റെയും മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം? എനിക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല പീതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ മതി. സമയമില്ലാസ്. ആഹാ, ആശാൻ പോയില്ലായിരുന്നു. ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഏതാട്ടെ? എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികളെ അയക്കാവെന്ന് വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. ആ, അത് നേരെ. ഇവനാവുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു. പോട്ടെ അമ്മേ. ബാലൻസ് കിട്ടാണ്ടേ? തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് ഇങ്ങെടുത്ത്. ഒരു 80 പൈസ ഇവിടെ കൊടുത്തേ. ഇയാക്കോ? അതെ, ഇയാൾക്ക്. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല, എങ്ങോട്ടാ? ചില്ലറ മാറണ്ടേ? ഇവിടെ ചോദിക്കാം. ഇവിടെ എങ്ങും ചില്ലറ കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാനും. വാ. അല്ല, 80 പൈസയല്ലേ, സാരമില്ലേ. എന്ന് വെച്ചാൽ? എന്നുവെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മാവ. അത് സാരം ഉണ്ട് വരുമാനെ. താൻ വലിയ രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അഭിമാനിയാ. 80 പൈസ തരാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. വാ. എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കുടയൊന്ന് പിടിക്ക. വെയിൽ കൊള്ളണ്ട. ഞാനിപ്പ വരാം.
ഇവിടെയും ചില്ലറയില്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചുവട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ കൊട 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 ഇരിക്കട്ടെ, എനിക്ക് തന്നെ വിശ്വാസ. ഇതാണ് വീട്. നേരെ മോളെ എന്തു എന്തു അയ്യോ അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി? ഇദ്ദേഹം പാടത്തുനിന്ന് വീണു. അകത്തോണ്ടേ കിടത്താം. വേണ്ട, മരുന്ന് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് താങ്ങി എടുത്തോണ്ട് വന്നിരിക്കുന്നു. തന്നെ ഇത് എവിടുന്ന് കെട്ടിയെടുത്തു? പഴയ ശിൽബന്ധിക്കാരെയൊക്കെ പറഞ്ഞു വിലക്കിയപ്പോ പുതിയൊരു ബന്ധം. കുടിക്കണമെങ്കിൽ തരക്കാരുമായിട്ട് പോരെ? വെറുതെ എന്തിനാ പ്രായമായവരെ വലിക്കുന്നത്? അയ്യോ, വെള്ളമില്ലായിരുന്നു പോയി എടുക്കായിരുന്നു. ഇറങ്ങി ഇടുന്ന ആരില്ല. അയ്യോ, എനിക്ക് പേടിയാ. അയ്യോ, എനിക്ക് തണുക്കുന്നുണ്ട്. പീതാംബരച്ചേട്ടൻ പോണു. പീതാംബരച്ചോട്ട് പോയി പറ, എടുത്തു തരും. ആ ബോളൊന്നും എടുത്തു തരോ? മരുന്നക്ക് പേടിയാണെന്ന്. പീതാംബരച്ചേട്ടൻ നീന്താൻ അറിയാവോ? ഒരു ചെറിയ പന്തെടുക്കുന്നതിന് എന്തിനാ നീന്തുന്നത്? നീന്തണ്ട. ഇത് ഇപ്പൊ എടുത്തോണ്ട് വരട്ടാ. നേരത്തെ എനിക്ക് നീന്താൻ അറിയായിരുന്നു, ഇപ്പൊ ഞാൻ മറന്നുപോയി. ചേട്ടാ നന്നായിട്ട് നീന്തുന്നല്ലേ? നീന്തണ്ട. മുഖത്തയ്യോ കാണുന്നില്ലല്ലോ. പേടിച്ചു പോയി ഞാൻ. ആരാ എന്നെ രക്ഷിച്ചത്? നിങ്ങൾക്ക് നീന്താൻ അറിയായിരുന്നെങ്കിൽ പന്ത് നിങ്ങൾക്ക് എന്നെ എടുത്താ പോരായിരുന്നോ? എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും. ഞാൻ അപേക്ഷ എഴുതിത്തരാം. കാർത്തിയാനിയമ്മയ്ക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. അമ്മേ, ഇവിടെ ഒന്ന് ഒപ്പിടണം. എവിടെ? ഇവിടെ. കാലിനെന്ത് പറ്റുവാണത്? അറുവാച്ചന്റെ തോട്ട് മാടിക്ക ചാമ്പലയത്ത് ഇറങ്ങിയപ്പോ കുപ്പിച്ചില് കൊണ്ടതാ. നിനക്കിത് വേണവടാ. കുപ്പിച്ചില്ലു കൊണ്ടാ ഓടണമെന്ന് ഏത് വൈദ്യനാടാ പറഞ്ഞേ? പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. പീതാംബരൻ പാമ്പ് കടിച്ച് ചത്ത കരണന്റെ വീട്ടിൽ കാണും. നാളെ പെണ്ണിന്റെ കല്യാണമല്ലേ? കഷ്ടം. എന്താ അവിടത്തെ കാര്യം? അറിഞ്ഞില്ലേ? മമ്മാടെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി.
ആ പിന്നെ ആ പച്ചക്കറിയും തൈരും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് കൊടുത്തേക്ക്. ആ തട്ടാനാണ് നമ്മളെ പറ്റിച്ചത്. ഞാൻ അവനും നോക്കിയിട്ട് വരാം. ശരി. മഴയുണ്ടെങ്കിലേ ടാർപോളിൽ ഇടേണ്ടി വരും. ഉറപ്പിച്ച് കെട്ടിക്കോളൂ. ഞാൻ വരാം. ആ പീതാംബര, ജൊക്കിയെ പോലീസ് പിടിച്ചു. എന്തിന്? പിന്നെ ചാരാശപ്പിച്ച് അടിയുണ്ടാക്കി. അവനിനി കുടിക്കുകയില്ലെന്ന് എനിക്ക് വാക്കെന്നാണല്ലോ. വാക്കല്ലേ മാറ്റാൻ പറ്റൂ പീതാംബര. അത് ഇതൊന്നും സംസാരിച്ചിരിക്കാൻ നേരമില്ല. വേഗം അവനെ ജാമ്യത്തിൽ ഇറക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്ന എപ്പോഴാന്നറിയില്ല. എല്ലാരും കൂടി ആരുടെ മരി പണം പോവാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാത്രം പോയിട്ട് വരാം. ഞാൻ പീതാംബരൻ, എസ്ഐയുടെ പങ്ങളുടെ കല്യാണത്തിന് ദേഹണ്ണം മുഴുക്കാൻ ഞാനായിരുന്നു. കഷ്ടം. ആര് മരിച്ചെന്നാ പോലീസുകാരൻ പറഞ്ഞേ? അവന്റെ തന്ത. പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റത്തില്ലെന്ന്. പോലീസുകാര് ജൊക്കി വല്ലതും ചെയ്യുവോ? ഉമ്മ വയ്ക്കും. കൊമ്പമീശയില്ലാത്ത ജൊക്കിയുടെ ഭാഗ്യം. ഉണ്ടെങ്കിൽ എന്താ ആശാനെ? ഉണ്ടെങ്കിൽ എന്താ ആശാനെ? ഓ, നിനക്ക് പത്രം വായിക്കാനും അറിഞ്ഞൂടല്ലോ. കൊമ്പമീശയോട് പോലീസുകാർക്ക് പ്രത്യേക സ്നേഹമാ. അവരത് പിഴുതെടുക്കും. ഇങ്ങനെ. എന്താണോ വിശന്നിട്ടാ. ജാമ്യം കിട്ടിയോ? എസ് ഐ ഇവിടെ ഇല്ല. പോക്കറ്റടിക്കാരൻ ഉസ്മാനെ തൊഴിച്ച് കാലുളിക്ക് ക്വാർട്ടേഴ്സിലാ. ഉളുക്കുന്ന കാലുകൊണ്ട് ഏമാനെന്തിനാ തൊഴിക്കാൻ നടക്കുന്നത്? ജോക്കിയെ കണ്ടോ? അവൻ നല്ല ഉറക്കത്തിലാ. നമ്മളിപ്പോ അവനെ ജാമ്യത്തിലെടുത്ത് ഉപദ്രവിക്കണോ? നല്ല ഉറക്കമാണെങ്കിൽ നമുക്കങ്ങ് പോവാ. വാ, പോവാൻ വരട്ടാശാനെ. എസ് ഐയുടെ കാലുളിക്ക് നിറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണോന്ന് ചോദിച്ചാൽ മോശമാണ്. ആ, ചിലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും. പണ്ട് എസ് ഐയുടെ വീട്ടിലോട്ടാണ് പുഷ്കരാ. വേറെ പീതാംബര, എല്ലാവരെയും കൂടി കണ്ട് ജംബോ ജമാലിന്റെ മറ്റേ കാലും കൂടി ഉളുക്കണ്ട. പീതാംബരം മാത്രം പോയാ മതി. ഏത് തെണ്ടിയാടാ അത്? ഞാനാ പീതാംബരനാ. ഞാൻ വിചാരിച്ചു സർക്കിളായിരിക്കും. കേറി വാ. ഓടിരി. കാലിന് എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കേട്ടു. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ചാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്തോ ചെയ്യും? ആ ഉസ്മാൻ പാക്കറ്റടിക്കാരൻ മാത്രമല്ല, അസൽ ഒരു വഞ്ചകൻ കൂടെയാണ്. അവന്റെ അടിനാഭി നോക്കി ഞാൻ തൊഴിച്ചതാ. അവൻ മാറിക്കളഞ്ഞു. കാലിയെന്ന് ജോലി കൊണ്ടു. അയ്യോ, ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഉമ്മിണിയാച്ചാൻ കൂടെ വന്നിട്ടുണ്ട്. അയ്യോ, തൊട്ടില്ല ഞാൻ. നല്ല വേദന ഉണ്ടല്ലേ? ഉളുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തടയിച്ചില്ലേ? വൈദ്യശാലയിൽ ചിലപ്പോ കുഴമ്പ് വാങ്ങിച്ചിട്ടു. അയ്യോ, അതുപോരാ. തിരുമാൻ അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും തിരുമിക്കണം. കാലിന്റെ കാര്യമാ. എന്തെങ്കിലും സംഭവിച്ചാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിസ്സാരമായിട്ട് പറഞ്ഞു കളയും. എന്റെ ഒരു വല്യമ്മാവൻ കടമ്പയെ തട്ടി ഒന്ന് വീണതാ. കുഴമ്പ് വരട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചതാ. 4ന്റെ അന്ന് കാല് മുറിച്ച് ദൂരെ കളയേണ്ടി വന്നു.